നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല തലത്തിലാണ്. ചിലർക്കത് മണിയാവാം, ചിലർക്കത് ഫേമസ് ആവാം എന്നുള്ളതായിരിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ലൈഫായിരിക്കാം, പേഴ്സണൽ ലൈഫായിരിക്കാം, കരിയർ ആയിരിക്കാം. സക്സസ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് വർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, അതായത് നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം മാറ്റിവെക്കുക, അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നാളേക്ക് മാറ്റി വെച്ചിട്ട് അത് നാളെ ചെയ്യാൻ പറ്റാതെ നാളെ നീളെ മാസങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യാതെ ഇരുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്വന്തം കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസും ഒരു വർഷം മുന്നുള്ള വീഡിയോസാണ്. എനിക്ക് നാളെ തുടങ്ങാം എന്ന് വിചാരിച്ച് ചാനലിൻ്റെ മുന്നോട്ടുള്ള ഗതി തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം മാറ്റേണ്ടത് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക എന്നുള്ള ശീലമാണ്. അപ്പം നമ്മൾ അത് മാറ്റണമെങ്കിൽ നമുക്കുള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണം, ഒരു ഡിസിപ്ലിൻ വേണം. ഓക്കെ, ഇന്ന ദിവസം ഇത്ര വീഡിയോസ് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഡെയിലി ഒരു വീഡിയോ, അല്ലെങ്കിൽ ആഴ്ചയിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഞാനൊരു വീഡിയോ ചെയ്യും എന്ന് ഞാൻ എന്നോട് തന്നെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക എന്നുള്ളതിന് മാറ്റിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണ്ടി വന്നു, ഒരു എമർജൻസി വന്നു, ആ കാര്യം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാനിരിക്കുക. ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ ലാസ്റ്റ് ഡെഡ് ലൈൻ വരുന്ന ദിവസത്തിന് 2 ദിവസം മുന്നോ അല്ലെങ്കിൽ തലേദിവസം ഉറക്കൊളിച്ചിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തൊരു കാര്യവും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക, നാളത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ള ശീലം മാറ്റുക. രണ്ടാമത്തെ കാര്യം, ബി എ ഗ്രേറ്റ് ലിസണർ. പലപ്പോഴും പലരും സംസാരിക്കാനായിട്ട് ഭയങ്കര കഴിവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കും. പക്ഷെ മറ്റൊരാൾക്ക്, അതായത് നമ്മൾ ലിസൺ ചെയ്യുന്ന ആൾക്ക് എന്താണ് തിരിച്ചു പറയാനുള്ളതെന്ന് പലപ്പോഴും കേൾക്കാറുമില്ല, അവരുടെ അഭിപ്രായം എന്താണെന്ന് തേടാറുമില്ല. നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലൈഫിൽ ഇമ്പ്രൂവ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ലിസൺ ചെയ്യാനായിട്ട്, അവരെ ഇൻട്രപ്റ്റ് ചെയ്യാതെ ലിസൺ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ നല്ല ഇൻ്റർവ്യൂസിന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവരുടെ മുന്നിലൊരു നല്ലൊരു പേഴ്സണെ കിട്ടി, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യുന്നത് വേറൊന്നുമല്ല, അവരോട് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർ പറയുന്ന കാര്യം കംപ്ലീറ്റായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കും. പലപ്പോഴും നമ്മളൊരു നല്ല ലിസണർ ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഒരാളോട് അവതരിപ്പിക്കുമ്പോൾ നമ്മളൊരാളെ ഇൻട്രപ്റ്റ് ചെയ്യാതെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാത്രം തരുന്ന ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടാവും, അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. അപ്പോൾ ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ അഡ്വൈസസ് കൊടുക്കാനോ അല്ലെങ്കിൽ അയാളെ ഇൻട്രപ്റ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. ബി എ ഗ്രേറ്റ് ലിസണർ. മൂന്നാമത്, സ്റ്റാർട്ട് വാല്യൂ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇപ്പോഴും വിലയുണ്ടായിരിക്കാം, നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. ബിക്കോസ് നമ്മളെ വിലയില്ലെങ്കിൽ മറ്റാർക്കും നമ്മളൊരു വിലയുണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്, അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. സോ സ്റ്റാർട്ട് വാല്യൂ യുവർ സെൽഫ്. നാലാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അതായത് നമുക്ക് വലിയ കാര്യങ്ങൾ മാത്രം സംഭവിച്ചാൽ മാത്രമാണ് ഞാൻ ലൈഫിൽ ഹാപ്പി ആയിരിക്കുള്ളൂ എന്ന് ഉള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് ചെറിയ ഇപ്പം നമ്മളുടെ ലൈഫിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു അമ്മയാണ്, നമ്മളുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ മക്കൾക്ക് നല്ല
ഭക്ഷണം ഉണ്ടാക്കി അവരത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് നമ്മൾ ഹാപ്പി ആക്കുന്ന ഒരു മൊമെൻ്റാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചാനലിൽ ഓരോ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴും അത് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് സന്തോഷം കണ്ടെത്താം. ഇപ്പോൾ ഒരു യോഗ സെഷൻ അറ്റൻഡ് ചെയ്തു, ആ യോഗ സെഷനിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അതൊരു സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കാം. 4-മത്തെ കാര്യം, നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു കാര്യത്തിന് റിയാക്റ്റ് ചെയ്യാത്തത്. നമ്മൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുമ്പോൾ, എന്തൊരു കാര്യത്തിനും റിയാക്റ്റ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളുടെ റിയാക്ഷൻ തെറ്റായി പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ വരെ വഷളായി പോകാൻ സാധ്യതകളുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ വഷളായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിനും റിയാക്റ്റ് ചെയ്യുന്നത്, അത് എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, ആർഗ്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിനും നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത് സ്ലോ ആക്കുക. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മാറ്റം, അത് ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്തത്, ഞാൻ എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വിഷ്വലൈസേഷൻ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ എനിക്ക് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇമേജസ് എല്ലാം വെച്ചിട്ട് ഞാൻ തന്നെ ഒരു വോയിസ് ഓവർ കൊടുത്തു. എന്നിട്ട് ഡെയിലി ഞാൻ ആ വീഡിയോസ് ഞാൻ കേൾക്കും. പക്ഷേ നീ ഇങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ഡെയിലി ഒരു 5 to 10 minutes 5 minutes ഞാനത് കേൾക്കും. എനിക്ക് ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നപ്പോഴൊക്കെ ഈ വീഡിയോ പ്ലേ ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ. അപ്പം നമ്മളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഹാബിറ്റ്സ് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പം നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക, നല്ല ശീലങ്ങൾ, ഹാബിറ്റ്സ് മാത്രമല്ല അതൊരു സിസ്റ്റമായിട്ട് മാറുമ്പോഴാണ് അത് നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരിക. അപ്പം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ വർഷ.